ദീപ്തി കൃഷ്ണ എന്ന് പറയുന്നത് ലവ് മാരേജ് ആയിരുന്നു. നിങ്ങളുടെ എത്ര വർഷത്തെ പ്രണയമായിരുന്നു? ആക്ച്വലി എന്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. അപ്പോ ഡാൻസ് ടീം ഉണ്ടായിരുന്നു. അപ്പൊ ഒരുമിച്ച് ഡാൻസ് ചെയ്തു ഇവിടം വരെ എത്തി. നിങ്ങൾ ഒരുമിച്ച് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടോ ഡാൻസിങ്ങിന്? അതോ രണ്ടുപേരും രണ്ട് റിയാലിറ്റി ഷോ? രണ്ടായിരുന്നു. ഞാൻ ഈ ചെറിയ കേരള ലെവൽ, അവള് നാഷണൽ ലെവൽ വരെ പോയി ചാനലില്. ആണ്. അടിപൊളി, സൂപ്പർ. എന്നിട്ട് ഈ പ്രണയം വീട്ടിൽ പറയുന്നു, വീട്ടുകാർ എതിർക്കുന്നു, അങ്ങനെ വലിയ സീനുകളായിരുന്നു അതോ നിസ്സാരമായിട്ട്? അങ്ങനെ എതിർത്തൊന്നുമില്ല. ബിക്കോസ് ഞാൻ ഭയങ്കര സുന്ദരൻ സുഗമൻ ഞങ്ങള് പ്രണയിക്കുന്നു എന്ന് ഞങ്ങൾ തന്നെ തിരിച്ചറിയുന്നതിന് മുന്നേ കുറെ പേരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വരാന്തയിലൂടെ ഒക്കെ പോകുമ്പോഴാണെങ്കിലും ഇപ്പൊ ഞാൻ ക്ലാസ്സിലിരിക്കുവാണ്, കൃഷ്ണാനന്ദ് എന്റെ ക്ലാസ് വഴി എങ്ങാനും പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ദീപ്തി ദീപ്തി എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയും ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. നിങ്ങളെ എല്ലാരോടും പറയിപ്പിച്ച് ലൈനിലേക്ക് പോയ ഒരു ട്രാക്കിലേക്ക് പോയ. പിന്നീട് അവരെ കല്യാണമൊക്കെ ക്ഷണിക്കാൻ വിളിച്ചപ്പോഴത്തേക്കിനും അവര് പറഞ്ഞു അപ്പോഴേ ഞങ്ങൾ പറഞ്ഞില്ലേ. പക്ഷെ ദാറ്റ് ടൈം വി വർ ജസ്റ്റ് ഗുഡ് ഫ്രണ്ട്സ്. എപ്പോഴോ പിന്നെ കൃഷ്ണാനന്ദ് ചോദിച്ചു ഇനി ജീവിതത്തിൽ ഒന്നിച്ച് കൂടിക്കോ. ഇപ്പോഴും ആ ചോദ്യം കണ്ണിൽ കിടപ്പുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ആ പ്രേമം അതെ കാണണമെന്നുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. എനിവേസ് വെൽ ഡൺ. ഇപ്പൊ കൊച്ചുണ്ട്, കൊച്ചിന് 4 വയസ്സായി. ഇന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ മോനോട് ഞങ്ങളുടെ ബർത്ത്ഡേ താങ്ക് യു.